ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ സീസണിൽ പങ്കെടുത്ത എല്ലാവരും എന്ത് ഊളന്മാരാണല്ലേ. ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അനീഷ് ഒഴികെ ബാക്കി ആർക്കും ഒരു ബേസിക് ഒരു വിവരമില്ല. ഈ ഷോ എന്താണ്, ഇത് ഏത് രീതിയിലായിരിക്കും പുറത്തേക്ക് പോകുന്നത്, എന്തായിരിക്കും പ്രേക്ഷകർ കാണുന്നത്, പ്രേക്ഷകർ ഏത് രീതിയിൽ എന്തൊക്കെ സങ്കല്പിച്ചു കൂട്ടും, എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ റിസപ്ഷൻ, ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ അങ്ങ് കളിക്കുകയാണ് വെറുതെ. 6 സീസൺ കണ്ടതിന്റെ ഒരു ബേസിക് ഒരു വിവരം പോലും ഇല്ലാതെ അങ്ങ് കളിക്കുകയാണ്. ഒരു മനുഷ്യന്റെ മെക്കിട്ടേക്ക് എല്ലാവരും കൂടി കയറുന്നു, ആ മനുഷ്യന് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു, എന്നിട്ട് ലാസ്റ്റ് 50 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കുന്നു. ഇത് തന്നെയാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ളത്. നിങ്ങൾ ഈ 6 സീസൺ എടുത്ത് നോക്കിയാലും കാണാനായിട്ട് പറ്റും. അപ്പോ അനീഷിന്റെ കേസിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് അൺഫിൽട്ടേർഡ് ആയിട്ട് അങ്ങ് പറയാണ് കേട്ടോ. ലാസ്റ്റ് വരെ ഇവർ ഇങ്ങനെ തന്നെ പോണം. ഈ ആദില ആണെങ്കിലും നെവിൻ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ പോട്ടെ. അതാവുമ്പോ നൈസായിട്ട് അനീഷിന് 50 ലക്ഷം രൂപ അങ്ങ് കിട്ടും, ക്യാഷ് പ്രൈസ്. അനീഷിന് കപ്പും കിട്ടും. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. നമ്മളിത് ഇപ്പൊ എത്ര സീസൺ കണ്ടിരിക്കുന്നു. ഒരു ബേസിക് ഒരു വിവരം വേണ്ടേ, ഏത് രീതിയിലുള്ള എന്ത് കളിയാണ് കളിക്കേണ്ടതെന്നുള്ള ഒരു ബേസിക് ഒരു നോളജ് വേണ്ടേ. അനീഷിനെ ഇഗ്നോർ ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു. തുടക്കം മുതലേ അനീഷിന്റേതായ രീതിയിലുള്ള കളി കളിക്കട്ടെ എന്ന് പറഞ്ഞാൽ അനീഷിനെ വെറുതെ അങ്ങ് സൈഡിൽ കൂടെ അങ്ങ് ഒഴിവാക്കി വിട്ടാൽ മതിയായിരുന്നു. അതവര് ചെയ്യാതെ എന്ത് ചെയ്തു, പുറകെ നടന്ന് അനീഷ് എന്ത് ചെയ്യുന്നു നോക്കി നടന്ന് ചകഞ്ഞ് അനീഷിന് ഈ കാണുന്ന റിസപ്ഷനും ഈ കാണുന്ന ഒരു ഫാൻസിനെയും ഉണ്ടാക്കി കൊടുത്തു. അതാണ് സംഭവിച്ചത്. ഒരാളുടെ ഓഡിയൻസ് ഗെയിമിൽ വീഴുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് എല്ലാ സീസണിലും കാണുന്നതാണ്. ഈ ഓഡിയൻസ് ഗെയിമിൽ വീണ് അയാളുടെ ഗെയിം മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കുന്ന ഈ ഒരു പരിപാടി ഈ സീസണിൽ അതിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ അങ്ങനത്തെ ഒരു ഗെയിമിൽ തന്നെയാണ്. 1 vs many. അതേ നെറേറ്റീവ് തന്നെയാണ് വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 1 vs many. ഫാൻസ് ഓൺ കോൺടെസ്റ്റിന്റെ ആ ഒരു സംഭവം പ്രകാരം നെവിനാണ് ഒരു ദിവസത്തെ മുഴുവൻ പാത്രങ്ങളോടെ കഴുകേണ്ടത്. ഒരു ദിവസം മുഴുവൻ ഉള്ള പാത്രങ്ങൾ അത് ബസർ അടിക്കുന്നവരെ നെവിൻ അത് ലാഗ് ചെയ്യിപ്പിച്ച് വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് പോയി കഴുകാനായിട്ട് തുടങ്ങി. അപ്പൊ ബസർ അടിച്ചു, നെവിൻ ടാസ്ക് നിർത്തി. അപ്പൊ നെവിനാണ് വെസൽ ടീം ക്യാപ്റ്റൻ. അപ്പൊ അനീഷിന്റെയും അക്ബറിന്റെയും ഡ്യൂട്ടിയാണ് ഞാൻ അടുത്തത്. അപ്പൊ ഇതിന്റെ അനീഷിന്റെ അടുത്ത് പോയി പാത്രം കഴുകി വെക്കാനായിട്ടുള്ള രീതിയിൽ പറയുന്നു. അനീഷ് വന്ന് ഞാൻ കഴുകി വെക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? നെവിൻ ചെയ്യേണ്ട ഡ്യൂട്ടി അനീഷ് എന്തിനു ചെയ്യണം? എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അനീഷിന്റെ മണ്ടയ്ക്ക് ആദില കുതിര കയറാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അനീഷ് പോയി പാത്രം എല്ലാം കഴുകി വെക്കാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനീഷ് കഴുകി വെക്കുന്നുണ്ട്. ഇതാണ് ലൈവിൽ ഇപ്പൊ കാണിച്ചത്. എപ്പിസോഡിന്റെ അവസാനവും കാണിച്ചിട്ടുണ്ട്. ഇത് സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. പ്രേക്ഷകർ കാണുമ്പോൾ എന്താണ്, ഒരാളെ ഈ രീതിയിൽ മാറ്റി നിർത്തുന്നു, ഒറ്റപ്പെടുത്തുന്നു. ഇതാണ് പ്രേക്ഷകർ കാണുന്നത്. അത് അവരങ്ങനെയൊന്നും മനസ്സിൽ പോലും ആലോചിച്ച് ചെയ്യുന്നതൊന്നും അല്ലായിരിക്കും. അക്ബർ പറയുന്ന പോലെ ഞങ്ങൾക്കും ഹോം ലോൺ ഉണ്ട്, ഞങ്ങൾക്കും കാർ ലോൺ ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഈ കാർ ലോണും ഹോം ലോണും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആ രീതിയിലുള്ള കളി കളിക്കണം. അല്ലാതെ നെഗറ്റീവ് കളി കളിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരു പ്രോപ്പർ ഒരു ഗെയിം വേണം ബിഗ് ബോസ് ഹൗസിനകത്ത്. നമ്മൾ ഏത് രീതിയിൽ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു, നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ബേസിക് ഒരു വിവരം വേണം. അത് ഈ 5-6 സീസൺസ് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം മണ്ടന്മാരുള്ളത് ഈ സീസണിലാണെന്ന് എനിക്ക് അങ്ങനെയാണ്, അതുകൊണ്ടാണ് തോന്നുന്നത്. അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും മണ്ടന്മാർ തന്നെയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.